ഹായ് നമസ്കാരം, ഞാൻ മുബാറക്കാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗൂഗിൾ മാപ്പിൽ ലിസ്റ്റ് ചെയ്ത സ്ഥാപനങ്ങളുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് എങ്ങനെ നമുക്ക് ബൾക്കായിട്ട് എക്സൽ ഷീറ്റിലേക്ക് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഇത് പ്രധാനമായിട്ടും B2B ബിസിനസ് ചെയ്യുന്നവർക്കാണ് കൂടുതലായിട്ട് ഉപകാരപ്രദമാവുക. നിങ്ങളൊരു ഹോൾസെയിൽ സപ്ലൈസോ ബിസിനസ്സുകൾക്ക് വേണ്ടി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബിസിനസ്സൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമറെ തിരഞ്ഞെടുത്ത് ഗൂഗിൾ മാപ്പിലൊക്കെ പോയിട്ട് ജസ്റ്റ് നിങ്ങളെ കാറ്റഗറിയിൽപ്പെട്ട ബിസിനസ്സുകളൊക്കെ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസുകളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അവരെ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ബൾക്ക് മെസ്സേജ് അയക്കാനൊക്കെ സാധിക്കും. ഇങ്ങനെയുള്ള പർപ്പസുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ജസ്റ്റ് ഗൂഗിൾ കയറിയിട്ട് ഗൂഗിൾ മാപ്പ് ഒന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് സർവീസാണ് വേണ്ടതെന്നുള്ളത് ഇവിടെ സെർച്ച് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ SEO ഏജൻസീസ് ഇൻ കേരള എന്നുള്ള രീതിയിലാണ് സെർച്ച് ചെയ്യുന്നത്. അതായത് എനിക്ക് SEO ഏജൻസികളുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസുകളാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ കോൺടാക്റ്റുകൾ, അതായത് ഇവരുടെ കോൺടാക്ട്സുകൾ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ ഓരോന്ന് മാനുവലി ചെയ്യുന്നതിന് ഒരുപാട് സമയം പോകും. അപ്പോൾ ഇതെങ്ങനെ ബൾക്കായിട്ട് നമുക്ക് ഇത്രയും കോൺടാക്റ്റുകൾ ഒരുമിച്ച് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗൂഗിളിൽ വന്നിട്ട് ഇൻസ്റ്റൻറ്റ് ഡാറ്റ സ്ക്രാപ്പർ എന്നുള്ളത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഗൂഗിളിൻ്റെ ക്രോം എക്സ്റ്റൻഷനാണ്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മെത്തേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ക്രോം വഴി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിവിടെ ആദ്യം കാണിക്കുന്ന ഈ ഒരു റിസൾട്ട്, അതായത് ഇൻസ്റ്റൻറ്റ് ഡാറ്റ സ്ക്രാപ്പർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയൊരു പേജിലേക്ക് പോകും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആഡ് ടു ക്രോം എന്ന് കാണാൻ പറ്റും. ഈ ഒരു എക്സ്റ്റൻഷൻ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ക്രോമിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് നമുക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ പോവുക, ക്രോം വെബ് സ്റ്റോറിലേക്കാണ് പോവുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആഡ് ടു ക്രോം എന്നുള്ളത് കാണാൻ പറ്റും. ഇത് നേരെ ആഡ് ടു ക്രോം എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു എക്സ്റ്റൻഷൻ ക്രോമിലേക്ക് ആഡ് ആവും. ഇനി ആ ഒരു എക്സ്റ്റൻഷൻ എങ്ങനെ എനേബിൾ ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നേരെ എന്ത് ചെയ്യാം, സെറ്റിങ്സിൻ്റെ ആ ഒരു ഇവിടെ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്റ്റൻഷൻസ് എന്നുള്ളതിൽ വന്നിട്ട് മാനേജ് എക്സ്റ്റൻഷൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എനേബിൾ ആയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഈ ബ്രൗസറിൻ്റെ ടോപ്പിലേക്ക് പിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പിൻ ചെയ്യാൻ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇൻസ്റ്റൻറ്റ് ഡാറ്റ സ്ക്രാപ്പർ എന്നുള്ളടത്ത് വന്നിട്ട് ജസ്റ്റ് പിൻ ചെയ്യുക. പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യേണ്ടത് നേരെ ഗൂഗിൾ മാപ്പിലേക്ക് വരാം. ഞാൻ നേരത്തെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമറാണ് വേണ്ടത് എന്നുള്ളത്, എനിക്ക് ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് കാറ്റഗറിയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണ് വേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ്, അതായത് SEO ഏജൻസി എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് ശേഷം നേരെ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ക്രോം എക്സ്റ്റൻഷന് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി സ്ക്രോൾ ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ഥാപനത്തിൻ്റെ പേര് കാണാൻ പറ്റും. അതേപോലെ തന്നെ റേറ്റിംഗ് എത്ര വരെ കിട്ടിയിട്ടുണ്ട്, എത്ര ആൾക്കാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, കമ്പനിയുടെ പേര്, അവരുടെ അഡ്രസ്സ്, അവരുടെ വെബ്സൈറ്റ്, പിന്നെ അവരുടെ കോൺടാക്ട് നമ്പർ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും CSVയിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇത് നേരെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ആ ഒരു ഫയൽ ഡൗൺലോഡ് ആയി കിട്ടും. നേരെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അത് എക്സലിലേക്ക് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് നമ്പർ ഇവിടെ ബൾക്കായിട്ട് ഡൗൺലോഡ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൽ ആവശ്യമില്ലാത്ത കോളംസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കോളക്സ് മാത്രം സെറ്റ് ചെയ്തിട്ട് ഒന്നുകൊണ്ട് റീഅറേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.